നിങ്ങൾ ഒരു മഹാദേവ ഭക്തരാണോ? മഹാദേവന്റെ പ്രിയപ്പെട്ട ശിവരാത്രി വ്രതം നിങ്ങൾ എടുക്കാറുണ്ടോ? ഇത്തവണ ശിവരാത്രി വ്രതം എടുക്കുന്നുണ്ടോ? ശിവരാത്രി വ്രതം എടുക്കുന്നവർക്കും എടുക്കാത്തവർക്കുമായി ഹര ഹര പാർവതീപദേ നമ. ഹര ഹര മഹാദേവ. 2026 മഹാശിവരാത്രി ഇങ്ങെത്തിയിരിക്കുന്നു. ലോകമെങ്ങുമുള്ള ഹൈന്ദവ വിശ്വാസികൾ വളരെ ഭക്തിപൂർവം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ശിവരാത്രി. ശിവരാത്രി വ്രതം ഏറ്റവും മഹത്വപൂർണവും പുണ്യവുമായ ഒന്നാണ്. ജീവിതത്തിലെ എത്ര വലിയ പ്രതിസന്ധി ഇല്ലാതാക്കുവാനും വെല്ലുവിളികളെ തരണം ചെയ്യുവാനും ഭഗവാൻ പരമശിവന്റെ അനുഗ്രഹം എന്നും കൂടെ ഉണ്ടാവാനും ശിവരാത്രി വ്രതം നോൽക്കുന്നത് പോലെ പുണ്യമായ മറ്റൊന്നില്ല. അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾക്ക് ക്ഷമ നേടാനും ആരോഗ്യം ആയുസ് വർദ്ധിക്കാനും കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകാനും സമ്പത്ത് വർദ്ധിക്കാനും മോക്ഷം നേടാനും മരണഭയം ഇല്ലാതെയാക്കാനും ഇങ്ങനെയുള്ള എല്ലാ സകല ഐശ്വര്യങ്ങൾക്കും പ്രധാനമാണ് ശിവരാത്രി വ്രതം. ഇനി ശിവരാത്രി വ്രതത്തെക്കുറിച്ചുള്ള ഐതിഹ്യം. ദേവാസുരന്മാർ അമൃതിനായി പാലാഴി കടഞ്ഞപ്പോൾ ഉയർന്നു വന്ന കാളകൂട വിഷം ഭഗവാൻ പരമശിവൻ സ്വയം ഏറ്റുവാങ്ങി അത് പാനം ചെയ്തപ്പോൾ പാർവതീദേവി തൻ്റെ പതിയായ മഹാദേവന്റെ കണ്ഠത്തിൽ മുറുക്കിപ്പിടിച്ച് ആ രാത്രി മുഴുവനും ഉറക്കമിളച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ഇതാണ് ശിവരാത്രിയെക്കുറിച്ചുള്ള ഐതിഹ്യം. അങ്ങനെ പാർവതീദേവി പ്രാർത്ഥിച്ച പോലെ ഉറക്കമിളച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ ശിവപ്രീതി ലഭിക്കും എന്നാണ് വിശ്വാസം. ശിവരാത്രി വ്രതം എല്ലാവർക്കും എടുക്കാൻ സാധിക്കില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. പലരും കൊതിയോടെ ശിവരാത്രി വ്രതം എടുക്കണമെന്ന് ആഗ്രഹിക്കും. പക്ഷേ ആ സമയത്ത് എന്തെങ്കിലും ഒരു തടസ്സം വന്നു മുടങ്ങും. മഹാദേവന്റെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ ഈ വ്രതം എടുക്കാൻ സാധിക്കുകയുള്ളൂ. മഹാദേവനിൽ കരകളഞ്ഞ ഭക്തിയുള്ള ഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്ക് തീർച്ചയായും ഈ വ്രതം എടുക്കാൻ സാധിക്കും എന്നു കരുതി എനിക്ക് ഭഗവാന്റെ അനുഗ്രഹമില്ല, വ്രതം എടുക്കാതെ ഇരിക്കുക ഒന്നും ചെയ്യരുത് കേട്ടോ. എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് ആ പുണ്യ ദിവസം മഹാദേവ പ്രീതിക്കായി അനുഗ്രഹത്തിനായി വ്രതം എടുക്കണേ. ഇത്തവണത്തെ ശിവരാത്രി വ്രതം എന്നാണെന്നും എങ്ങനെ എടുക്കണമെന്നും പറയാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ശിവരാത്രി വ്രതം എടുക്കുന്നവരും എടുക്കാറുള്ളവരും എടുത്തിട്ടുള്ളവരും എല്ലാവരും ഓം നമഃശിവായ എന്ന് ഈ വീഡിയോയുടെ താഴെ കമന്റ് ഇടണം കേട്ടോ. 2026 ശിവരാത്രി വരുന്നത് ഫെബ്രുവരി 15 ഞായറാഴ്ചയാണ്. ശിവരാത്രികൾ 4 തരത്തിലുണ്ട്. മാസശിവരാത്രി, പക്ഷശിവരാത്രി, യോഗശിവരാത്രി, മഹാശിവരാത്രി. ഇതിൽ കുംഭമാസത്തിലെ ശിവരാത്രിയാണ് മഹാശിവരാത്രി. ഈ ദിവസമാണ് നമ്മൾ വ്രതമെടുക്കേണ്ടത്. അത് ഫെബ്രുവരി 15 ചതുർദശി നാളിലാണ്. ഫെബ്രുവരി 15 രാവിലെ മുതൽ 16 പുലർച്ചെ വരെ. ശിവരാത്രി വ്രതം ഫെബ്രുവരി 15 എടുക്കേണ്ടത്. പക്ഷേ തലേന്ന് തന്നെ മത്സ്യമാംസാദികൾ കഴിക്കരുത്. വൈകുന്നേരം കുളിച്ച് വിളക്ക് വെച്ച് മഹാദേവനെ പ്രാർത്ഥിക്കുക. അന്ന് ഒരിക്കൽ ഊണ് എടുക്കുന്നവരുമുണ്ട്. പിറ്റേന്ന് ശിവരാത്രി ദിവസം സൂര്യോദയത്തിന് മുമ്പ് കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തി പറ്റാവുന്നത്ര മഹാദേവന്റെ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃശിവായ ജപിക്കുക. ശിവസ്തുതികൾ ചൊല്ലുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വ്രതമെടുക്കുന്നവർ ക്ഷേത്രത്തിൽ പോകുമ്പോൾ തീർത്ഥം കഴിക്കരുത്. ശിവരാത്രി ദിവസം പൂർണ്ണ ഉപവാസം എടുക്കുന്നവരുമുണ്ട്. ഒരിക്കൽ ഊണ് കഴിച്ച് വ്രതമെടുക്കുന്നവരും പഴങ്ങൾ മാത്രം കഴിച്ച് വ്രതമെടുക്കുന്നവരുമുണ്ട്. അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നിങ്ങൾ വ്രതം എടുക്കണേ. ഇനി മറ്റൊന്ന് ഉറക്കമൊഴിക്കലാണ്. ശിവരാത്രി നാളിലാണ് ഉറക്കമൊഴിക്കേണ്ടത്. ഉറക്കമൊഴിയുന്ന സമയത്ത് മറ്റുള്ള വിനോദ പരിപാടികളിൽ ഏർപ്പെടാതെ ശിവനാമം ജപിച്ചും
അമ്പലത്തിലെ യാമപൂജയിൽ പങ്കെടുക്കുകയോ ചെയ്യാം. ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർ വീട്ടിലിരുന്ന് നാമം ജപിക്കുക. വീട്ടിൽ ശിവചിത്രം വെച്ചിട്ടുണ്ടെങ്കിൽ അന്നേ ദിവസം ഒരു കൂവളത്തിലയെങ്കിലും ഭഗവാന്റെ ചിത്രത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുക. ഇനി നിങ്ങൾക്ക് കൂവളത്തില ഇല്ല എങ്കിൽ എന്തെങ്കിലും പുഷ്പം ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ശിവസഹസ്രനാമം, ശിവ അഷ്ടോത്തരം, പഞ്ചാക്ഷരി മന്ത്രം ഇതൊക്കെ ജപിക്കുക. കാലത്തും വൈകിട്ടും ഭസ്മം തൊടാൻ മറക്കരുത്. പിറ്റേ ദിവസം രാവിലെ 8:53 വരെ ചതുർദശിയാണ്. അതിനുശേഷം ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ചോ വീട്ടിൽ പുണ്യാഹം ഉണ്ടാക്കി അത് സേവിച്ചോ വ്രതം അവസാനിപ്പിക്കുക. ഗരളം തരളാനലം പുരസ്താത് ജലധേരുദ്ധിജകാളകാളകൂടം അമരസ്തുതിവാദമോദനിഗ്നോ ഗിരിശസ്തന്നിബഭൗ ഭവത്പ്രിയാർത്ഥം എന്ന് നാരായണീയം എന്ന ഭക്തികാവ്യത്തിൽ പറയുന്നതും ഈ കാളകൂട കഥ തന്നെ. പ്രായഭേദമന്യേ സ്ത്രീ പുരുഷന്മാർക്ക് എല്ലാവർക്കും ഈ വ്രതം എടുക്കാവുന്നതാണ്. സ്ത്രീകൾ ആർത്തവശേഷം 7 ദിവസം കഴിയാതെ വ്രതം എടുക്കരുത്. പുലവാലായ്മ ഉള്ളവരും ആരോഗ്യസ്ഥിതി മോശമായവരും വ്രതം എടുക്കരുത്. അടുത്തത്, ശിവരാത്രി ദിവസം രാവിലെ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഭഗവാന് കൂവളമാല സമർപ്പിക്കുക. അഭിഷേകം, ജലധാര, കരിക്കഭിഷേകം അങ്ങനെ എന്തെങ്കിലും ഭഗവാന് ചെയ്യുക. അന്നേ ദിവസം പിൻവിളക്ക് കത്തിക്കുന്നത് വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് കഴിവനുസരിച്ച് ഭഗവാന്റെ എന്തെങ്കിലും ഒരു വഴിപാട് കൂടി ചെയ്യുക. മഹാദേവ അനുഗ്രഹത്തിനായി എല്ലാവർക്കും ശിവരാത്രി വ്രതം എടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും സദാ കൂടെ ഉണ്ടാകട്ടെ. എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ. ഹര ഹര പാർവതീ പതയേ നമഃ. ഹര ഹര മഹാദേവ. വ്രതമെടുക്കുന്നവരും വ്രതമെടുക്കാത്തവരും ഈ വീഡിയോ കണ്ട ശേഷം ഭഗവാന്റെ എന്തെങ്കിലും ഒരു നാമം കമന്റായി എഴുതുക. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.